ഹലോ ഓൾ, വെൽക്കം ടു ദിശ അക്കാഡമി. 500 ഷുവർ ഷോട്ട് ജി കെ സീരീസിലെ 4ാമത്തെ സെഷനാണ് നമ്മൾ ഇന്നിവിടെ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, which of the following is one of the features of capital goods? സോ ഇതിൽ ഏതാണ് ക്യാപിറ്റൽ ഗുഡ്സിന്റെ ഫീച്ചർ ആയിട്ടുള്ളത്? They are durable, they are inferior goods, they are given goods and they are inexpensive. സോ ഇതിൽ ഏതാണ് ക്യാപിറ്റൽ ഗുഡ്സിന്റെ ഫീച്ചർ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് they are durable. സോ ഇനി എന്താണ് ക്യാപിറ്റൽ ഗുഡ്സ്? സോ ക്യാപിറ്റൽ ഗുഡ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗുഡ്സിന്റെയോ സർവീസസിന്റെയോ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ പെർച്ചേസ് ചെയ്യുന്ന ഗുഡ്സിനെയാണ് എന്ത് പറയുന്നത്? ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്. അതായത് മറ്റു ഗുഡ്സിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. സോ ക്യാപിറ്റൽ ഗുഡ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റു ഗുഡ്സിന്റെയും സർവീസസിന്റെയും പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ പെർച്ചേസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിനെ വിളിക്കുന്ന പേരാണെന്ത്? ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, മെഷീൻസ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പെർച്ചേസ് ചെയ്യുന്നത്? മറ്റ് ഗുഡ്സും സർവീസസും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. സോ മെഷീൻ എന്താണ്? ക്യാപിറ്റൽ ഗുഡ് ആണ്. അതുപോലെ തന്നെ ബിൽഡിങ്സ് എന്തിനു വേണ്ടിയിട്ടാണ്? ഫാക്ടറീസിന്റെ ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും ബിൽഡിങ്സ് എന്ത് ചെയ്യുന്നത്? കൺസ്ട്രക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ബിൽഡിങ്സ് വാങ്ങുന്നത്. സോ ഈ ബിൽഡിങ്സിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ഗുഡ്സിന്റെ സർവീസസിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്. സോ അതുപോലെ തന്നെ എന്താണ്? മറ്റ് ഇൻഫ്രാസ്ട്രക്ചറുകൾ. സോ ഇതെല്ലാം എന്തിനാണ് പെർച്ചേസ് ചെയ്യുന്നത്? മറ്റ് ഗുഡ്സും സർവീസസും പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഗുഡ്സ് എല്ലാം തന്നെ പെർച്ചേസ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇതിനെ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. സോ മറ്റ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പെർച്ചേസ് ചെയ്യുന്ന ഗുഡ്സ് ആണ് എന്ത്? ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്. സോ ക്യാപിറ്റൽ ഗുഡ്സ് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ലോങ് ടേമിലേക്ക് മറ്റ് ഗുഡ്സും സർവീസസും പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ക്യാപിറ്റൽ ഗുഡ്സ് എന്ത് ചെയ്യുന്നത്? പെർച്ചേസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ഗുഡ്സ് എന്തായിരിക്കും? ഡ്യൂറബിൾ ആയിരിക്കും. സോ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത് ഡ്യൂറബിൾ ആയിട്ടുള്ള ഗുഡ്സ് ആയിരിക്കും ക്യാപിറ്റൽ ഗുഡ്സ്. സോ അതാണ് എന്ത്? ക്യാപിറ്റൽ ഗുഡ്സിന്റെ വൺ ഓഫ് ദ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി ബാക്കി സ്റ്റേറ്റ്മെന്റുകളും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സോ ദേ ആർ ഇൻഫീരിയർ ഗുഡ്സ്. ഇനി ഇൻഫീരിയർ ഗുഡ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോ ഇൻഫീരിയർ ഗുഡ്സ് ഇത്രയേ ഉള്ളൂ. അതായത് ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച്, സോ ഒരു ഇൻഡിവിജ്വലിന്റെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ, സോ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ഗുഡ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളുടെ ഇൻകം എന്താണ്? കുറഞ്ഞൊരു ഇൻകം ആണെന്ന് വിചാരിക്കുക. സോ നിങ്ങൾ ഇപ്പോൾ ട്രാവൽ ചെയ്യുന്നത് ചിലപ്പോൾ എന്തായിരിക്കും? ഓട്ടോയിലായിരിക്കും. എന്നാൽ നിങ്ങളുടെ ഇൻകം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ചിലപ്പോൾ ടാക്സിയിൽ പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ നിങ്ങളുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഗുഡ്സിന്റെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. സോ അല്ലെങ്കിൽ മറ്റൊരു എക്സാമ്പിൾ എടുക്കാം. സോ ആട്ടയുടെ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഇപ്പൊ നിങ്ങളുടെ ഇൻകം കുറവാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് കിട്ടുന്ന സാലറി കുറവാണെന്നെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നത്? അടുത്തുള്ള ഒരു കടയിൽ പോയിട്ട് ലൂസ് ആയിട്ടുള്ള ആട്ട അല്ലെങ്കിൽ വലിയ ബ്രാൻഡ് ഒന്നും ഇല്ലാത്ത ആട്ടയായിരിക്കും എന്ത് ചെയ്യുന്നത്? നിങ്ങൾ പെർച്ചേസ് ചെയ്യുന്നത്. എന്നാൽ നിങ്ങളുടെ ഇൻകം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? കുറച്ചും കൂടി ബ്രാൻഡഡ് ആയിട്ടുള്ള ആട്ട എന്ത് ചെയ്യും? പെർച്ചേസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യും? ആശീർവാദിന്റെ ആട്ടയായിരിക്കും എന്ത് ചെയ്യുന്നത്? പിന്നീട് പെർച്ചേസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നിങ്ങളുടെ ഇൻകം ഇൻക്രീസ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു ഗുഡിന്റെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്തു. സോ ഇങ്ങനെയുള്ള ഗുഡ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്നത്. സോ ഇൻഫീരിയർ ഗുഡ്സ്, ഒരാളുടെ ഇൻകം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? കുറച്ചും കൂടി ലക്ഷൂറിയസ് ആയിട്ടുള്ള ഗുഡ്സ് പെർച്ചേസ് ചെയ്യും, അല്ലെങ്കിൽ കുറച്ചും കൂടി ബ്രാൻഡഡ് ആയിട്ടുള്ള ഗുഡ്സ് പെർച്ചേസ് ചെയ്യും. അപ്പോൾ നേരത്തെ പെർച്ചേസ് ചെയ്തുകൊണ്ടിരുന്ന ഗുഡ്സിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. സോ അങ്ങനെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യപ്പെടുന്ന ഗുഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്നത്. സോ ഇനി അടുത്തത് ഗിഫൺ ഗുഡ്സ്. എന്താണ് ഗിഫൺ ഗുഡ്സ്? സോ ഗിഫൺ ഗുഡ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗിഫൺ ഗുഡ്സ് എന്ന് പറയുന്നത് എന്താണ്? റെയർ ആയിട്ടുള്ള ഇൻഫീരിയർ ഗുഡ്സ് ആണ്. സോ റെയർ ആയിട്ടുള്ള ഇൻഫീരിയർ ഗുഡ്സിനെ വിളിക്കുന്നതാണ് ഗിഫൺ ഗുഡ്സ് എന്ന് പറയുന്നത്. സോ ഗിഫൺ ഗുഡ്സ് എന്ന് പറയുന്നത് ബേസിക്കലി ഇൻഫീരിയർ ഗുഡ്സ് ആണ്, പക്ഷെ ഇത് റെയർ ആയിട്ടുള്ള ഇൻഫീരിയർ ഗുഡ്സ് ആണ്. സോ ഇതിന്റെ പ്രത്യേകത, ഗിഫൺ ഗുഡ്സിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോ ആ ഒരു ഗുഡിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യും? സോ അതിന്റെ ഡിമാൻഡും എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ നോർമൽ ഗുഡ്സിന്റെ കേസിൽ നമ്മളിപ്പോൾ നോർമൽ ഗുഡ്സ് എടുക്കുകയാണെങ്കിൽ, നോർമൽ ഗുഡ്സിന്റെ
പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, നോർമൽ ഗുഡ്സിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യാറുണ്ട്. സോ അതിന്റെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അതിന്റെ പ്രൈസ് റെഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പ്രൈസ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ഡിമാൻഡ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും, നോർമൽ ഗുഡ്സിന്റെ കേസിൽ. എന്നാൽ ഗിഫൺ ഗുഡ്സിന്റെ കേസിലേക്ക് വരുമ്പോൾ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച്, ഗിഫൺ ഗുഡ്സിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അതിന്റെ ഡിമാൻഡും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അതേസമയം പ്രൈസ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, അതിന്റെ ഡിമാൻഡും എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. സോ ഇങ്ങനെയുള്ള ഗുഡ്സിനെയാണ് ഗിഫൺ ഗുഡ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, സപ്പോസ് ഇനി ഗിഫൺ ഗുഡ്സിന്റെ ബേസിക് ആയിട്ടുള്ള എക്സാമ്പിൾ ആയിട്ട് വരുന്ന എന്തൊക്കെയാണ്? റൈസ് ഉണ്ട്, ബ്രെഡ് ഉണ്ട്, പൊട്ടറ്റോ ഉണ്ട്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്, അതായത് എസെൻഷ്യൽ ആയിട്ടുള്ള ഗുഡ്സ് ആണെന്ത് ഈ ഗിഫൺ ഗുഡ്സിന്റെ കാറ്റഗറിയിൽ വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ മലയാളികൾക്ക് റൈസ് ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല? ജീവിക്കാൻ പറ്റില്ല. നമുക്ക് ഒരു നേരമെങ്കിലും എന്ത് ചെയ്തേ പറ്റൂ? ചോറ് കഴിച്ചേ പറ്റുള്ളൂ. സോ അങ്ങനെ ഒരു കേസിൽ റൈസിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ പോലും നമ്മൾ എന്ത് ചെയ്യും? റൈസ് പർച്ചേസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഇൻകം ലിമിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻകം ഫിക്സഡ് ആണെന്നുണ്ടെങ്കിൽ, മറ്റേതെങ്കിലും ഒരു സാധനം വാങ്ങുന്നത് നമ്മൾ നിർത്തിയിട്ട് എന്ത് ചെയ്യും? കൂടുതൽ റൈസ് പർച്ചേസ് ചെയ്യും. സോ ഇതിനെന്തില്ല? പ്രത്യേകിച്ചൊരു ഓൾട്ടർനേറ്റീവ് ഇല്ല. റൈസ്, ബ്രെഡ്, പൊട്ടറ്റോ ഇതുപോലെയുള്ള ഗുഡ്സിന് എന്തില്ല? പ്രത്യേകിച്ചൊരു ഓൾട്ടർനേറ്റീവ് ഇല്ല. പെട്ടെന്ന് ആൾക്കാർക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് എന്തില്ല? ഒരു ഓൾട്ടർനേറ്റീവ് ഇല്ല. സോ അവർക്ക് എന്താണ്? ഇത് സ്റ്റേപ്പിൾ ഫുഡാണ്. ഇതുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റൂ? അവർക്ക് സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അങ്ങനെയുള്ള ഗുഡ്സ് ആണ് ഗിഫൺ ഗുഡ്സിന്റെ കാറ്റഗറിയിൽ വരുന്നത്. സോ ഈ ഗുഡ്സിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ പോലും ഡിമാൻഡും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അതേസമയം പ്രൈസ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിമാൻഡും എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. സോ ഇങ്ങനെയുള്ള ഗുഡ്സിനെയാണ് എന്ത് പറയുന്നത്? ഗിഫൺ ഗുഡ്സ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, NDP is equal to dash. സോ NDPയുടെ ഇക്വേഷൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് ഓപ്ഷൻ GDP minus net factor income from abroad. Second option GDP minus depreciation. Third option GDP plus net factor income from abroad. And last option GDP plus depreciation. ഇതിൽ ഏതാണ് NDPയുടെ കറക്റ്റ് ഡെഫിനിഷൻ അല്ലെങ്കിൽ കറക്റ്റ് ഇക്വേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നതാണ് GDP മൈനസ് ഡിപ്രിസിയേഷൻ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ ലാസ്റ്റ് സെഷനിലും നമ്മൾ പറഞ്ഞിരുന്ന എന്ത്? ഒരു ഷോർട്ട് കട്ട് പറഞ്ഞു തന്നിരുന്നു. അതായത് എവിടെയെങ്കിലും ഗ്രോസിൽ നിന്ന് ഡിപ്രിസിയേഷൻ സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? നെറ്റ് ആയിരിക്കും. സോ ഇവിടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൽ നിന്ന് ഡിപ്രിസിയേഷൻ ആണ് എന്ത് ചെയ്യുന്നത്? സബ്ട്രാക്ട് ചെയ്യുന്നത്. സോ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. സോ ക്വസ്റ്റിനകത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? NDPയുടെ ഇക്വേഷൻ ആണ് ക്വസ്റ്റിനകത്ത് ചോദിച്ചിരിക്കുന്നത്. സോ GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് മൈനസ് ഡിപ്രിസിയേഷൻ ആണെന്ത്? നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ NDP എന്ന് പറയുന്നത്. സോ ഇതാണെന്ത്? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി ഇവിടെ മറ്റൊരു ആൻസറും കൂടി അല്ലെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യനും കൂടി എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇവിടെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, മറ്റൊരു ഷോർട്ട് കട്ട് കൂടി എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞുതരാം. അതായത് എവിടെയെങ്കിലും ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം കണ്ടു. സോ എവിടെയെങ്കിലും ഡൊമസ്റ്റിക്, നാഷണൽ ഇൻകം ആയിട്ട് ബേസ് ചെയ്ത് എവിടെയെങ്കിലും ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം കണ്ടു. ആ ഒരു ടേമിന്റെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, സോ ആ ഒരു ടേമിന്റെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ, സോ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? നാഷണൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും. സോ ഇതാണ് എന്ത്? മറ്റൊരു ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. ഡൊമസ്റ്റിക് പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറയുന്നതാണ് നാഷണൽ പ്രൊഡക്റ്റ് ആയിരിക്കും. സോ ഇവിടെ നോക്കുക, GDP പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. സോ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിന്റെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ത് ചെയ്തേക്കുന്നു? ആഡ് ചെയ്തേക്കുന്നു. സോ ഇവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിന്റെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡും കൂടി ആഡ് ചെയ്തു. സോ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? GNP അല്ലെങ്കിൽ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ആയിരിക്കും. അതായത് ഡൊമസ്റ്റിക്കിന്റെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡും കൂടി എന്ത് ചെയ്തു? ആഡ് ചെയ്തു. സോ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ആയിരിക്കും. സോ ഇതാണെന്ത്? മറ്റൊരു ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. ഡൊമസ്റ്റിക്കിന്റെ കൂടെ എപ്പോഴെങ്കിലും നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? നാഷണൽ ആയിരിക്കും.
ഇവിടെ ജി ഡി പിയുടെ കൂടെയാണ് എന്ത് ചെയ്യുന്നത്, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആഡ് ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് കിട്ടി, ജി എൻ പി അല്ലെങ്കിൽ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് കിട്ടി. സപ്പോസ് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആയിരുന്നു തന്നിരുന്നത്, അതിന്റെ കൂടെയാണ് എന്ത് ചെയ്യുന്നത്, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. സോ നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിന്റെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആഡ് ചെയ്തു, ഡൊമസ്റ്റിക്കിന്റെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആഡ് ചെയ്തു. സോ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ NNP ആയിരിക്കും നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. സോ ഈ ഷോർട്ട് കട്ട് ഓർത്ത് വെച്ചുകൊള്ളുക. എവിടെയെങ്കിലും ഡൊമസ്റ്റിക് നാഷണൽ ഇൻകം ആയിട്ട് ബേസ് ചെയ്ത് എവിടെയെങ്കിലും ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞൊരു ടേം കണ്ടു, അതിന്റെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും, നാഷണൽ പ്രൊഡക്റ്റ് ആയിരിക്കും. സോ ജി ഡി പിയുടെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ GNP കിട്ടും. NDP യുടെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ NNP കിട്ടും. So next question, which of the following is an example of capital receipts? So ഇതിൽ ഏതാണ് capital receipts ന്റെ example എന്നാണ് ചോദിച്ചിരിക്കുന്നത്. So revenue from the sale of government assets, interest on the government bonds, taxes on income and grants in aid from other governments. സോ ഈ 4 ഓപ്ഷൻസിൽ ഏതാണ് ക്യാപിറ്റൽ റെസീപ്റ്റ്സിന്റെ കാറ്റഗറിയിൽ വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റവന്യൂ ഫ്രം ദ സെയിൽ ഓഫ് ഗവൺമെന്റ് അസറ്റ്സ്, ഇൻട്രസ്റ്റ് ഓൺ ദി ഗവൺമെന്റ് ബോണ്ട്സ്, ടാക്സസ് ഓൺ ഇൻകം, ഗ്രാന്റ്സ് ഇൻ എയ്ഡ് ഫ്രം അതർ ഗവൺമെന്റ്സ്. സോ കറക്റ്റ് ആൻസർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റവന്യൂ ഫ്രം ദ സെയിൽ ഓഫ് ഗവൺമെന്റ് അസറ്റ്സ് ആണെന്ത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ ഇത് യൂണിയൻ ബഡ്ജറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ യൂണിയൻ ബഡ്ജറ്റ് എടുക്കുകയാണെങ്കിൽ, സോ നമ്മൾ ഇന്ത്യയുടെ യൂണിയൻ ബഡ്ജറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ യൂണിയൻ ബഡ്ജറ്റിനെ എന്ത് ചെയ്യാൻ പറ്റും, 2 സെക്ഷൻസ് ആക്കി നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. സോ 2 സെക്ഷൻസ് ആക്കി എന്ത് ചെയ്യാൻ പറ്റും, ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ബഡ്ജറ്റും മറ്റൊരു സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, റവന്യൂ ബഡ്ജറ്റും. സോ ക്യാപിറ്റലിനും അതുപോലെ തന്നെ റവന്യൂ എന്നും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് 2 ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും, സാധിക്കും. ഇനി ഇതിനകത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും ഫെർദർ ഡിവിഷൻ നടത്താൻ പറ്റും. അതായത് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് റെസീപ്റ്റ്സ് എന്നും എക്സ്പെൻഡിച്ചർ എന്നും എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ വീണ്ടും 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ നമ്മുടെ യൂണിയൻ ബഡ്ജറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, സിമ്പിൾ ആയിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. സോ ക്യാപിറ്റൽ സെക്ഷൻ ഉണ്ട്, റവന്യൂ സെക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിനെ വീണ്ടും സബ് ഡിവൈഡ് ചെയ്യാം, റെസീപ്റ്റ്സ് എന്നും എക്സ്പെൻഡിച്ചർ. ഇനി സോ ഇവിടെ നമുക്ക് 4 ബോക്സസ് ഉണ്ട്. ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ഉണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്, റവന്യൂ റെസീപ്റ്റ്സ് ഉണ്ട്, റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ട്. ഇനി റെസീപ്റ്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ ഗവൺമെന്റിലേക്ക് വരുന്ന പൈസയാണെന്ന് പറയുന്നത് റെസീപ്റ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഗവൺമെന്റ് ചെലവഴിക്കുന്ന പൈസയാണെന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. സോ എന്താണ് റവന്യൂ, ഗവൺമെന്റിലേക്ക് വരുന്ന പൈസ, അതാണ് റവന്യൂ. ആൻഡ് ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്ന പൈസ, അതാണെന്ത് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇനി ക്യാപിറ്റൽ റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ, സോ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ക്യാപിറ്റൽ ഗുഡ്സ് എന്തായിരുന്നു, ഗുഡ്സിന്റെ സർവീസസിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്, ലോങ് ടേം പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സ് ആണെന്ത് ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്. സോ അതേ ഒരു ലോജിക്ക് വെച്ച് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം, ലോങ് ടേം എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഓർത്ത് വെക്കാനായിട്ട് പറ്റും. സോ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്, ലോങ് ടേം. സോ ലോങ് ടേമിലേക്ക് കിട്ടുന്ന റെസീപ്റ്റ്സും ഉണ്ട്, ലോങ് ടേമിലേക്കുള്ള ഗവൺമെന്റിന് എക്സ്പെൻഡിച്ചറും ഉണ്ട്. സോ അതാണ് എന്ത് ക്യാപിറ്റൽ റെസീപ്റ്റ്സും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും. അതേസമയം റവന്യൂ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക, റെഗുലർ എന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. സോ റെഗുലർ ആയിട്ട് ഗവൺമെന്റിന് കിട്ടുന്ന റെസീപ്റ്റ്സ്, റെഗുലർ ആയിട്ട് ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട്. സോ യൂണിയൻ ബഡ്ജറ്റിന് എന്ത് ചെയ്യാം, 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, അല്ലെങ്കിൽ 4 സെക്ഷൻസ് ആക്കി മാറ്റാം. ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ഉണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്. ഇത് രണ്ടും എന്താണ്, ലോങ് ടേമിലേക്കുള്ളതാണ്. ലോങ് ടേമിലേക്കുള്ള ഇൻകവും ലോങ് ടേമിലേക്കുള്ള എക്സ്പെൻഡിച്ചറും. റവന്യൂ റെസീപ്റ്റ്സ് ഉണ്ട്, റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ട്. അതായത് റെഗുലർ ആയിട്ട് കിട്ടുന്ന ഇൻകവും അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് കിട്ടുന്ന റെസീപ്റ്റ്സും, റെഗുലർ ആയിട്ട് ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ടും. ഇനി ഇതിനകത്ത് എന്തൊക്കെ വരുമെന്ന് നോക്കാം. സോ ക്യാപിറ്റൽ റെസീപ്റ്റ്സ്, ആദ്യം ക്യാപിറ്റൽ റെസീപ്റ്റ്സ് എടുക്കാം. സോ ക്യാപിറ്റൽ റെസീപ്റ്റ്സ്, ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്, ലോങ് ടേം എന്ന് ഓർത്ത് വെച്ചേക്കാം. സോ ക്യാപിറ്റൽ റെസീപ്റ്റ്സിനകത്ത് എന്തൊക്കെ വരും,
ക്യാപിറ്റൽ റെസീപ്റ്റ്സിനകത്ത് എന്തൊക്കെ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് കയ്യിലുള്ള എന്തെങ്കിലും ഒരു അസറ്റ് എന്ത് ചെയ്യുന്നു, സെല്ല് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു പബ്ലിക് സെക്ടർ കമ്പനി ഉണ്ടായിരുന്നു. ആ പബ്ലിക് സെക്ടർ കമ്പനി എന്ത് ചെയ്തു, പ്രൈവറ്റൈസ് ചെയ്തു. അതായത് ഗവൺമെന്റിന്റെ കയ്യിലുണ്ടായിരുന്ന ഷെയർസ് എന്ത് ചെയ്തു, പ്രൈവറ്റ് എൻറ്റിറ്റീസിന് സെല്ല് ചെയ്ത് ഗവൺമെന്റ് എന്ത് ചെയ്യും, പൈസ റേസ് ചെയ്യും. സോ ഇങ്ങനെയുള്ള ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എല്ലാം വരുന്നത് ഏത് സെക്ഷനിലാണ്? സോ ഇങ്ങനെയുള്ള ഡിസ്ഇൻവെസ്റ്റ്മെന്റുകളെല്ലാം തന്നെ വരുന്നത് ക്യാപിറ്റൽ റെസീപ്റ്റ്സിന്റെ സെക്ഷനിലാണ്. ഇനി ഗവൺമെന്റിന് എന്തെങ്കിലും ഒരു പോളിസിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ടോ ഫണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യാൻ പറ്റും, ഫോറിൻ കൺട്രീസിന്റെ കയ്യിൽ നിന്ന് ലോൺ എടുക്കാനായിട്ട് പറ്റും. സോ ഈ ലോൺ എന്ന് പറയുന്നത് എന്തായിരിക്കും, ലോങ് ടേമിലേക്കുള്ള ലോൺ ആയിരിക്കും. അതായത് ചിലപ്പോൾ ഒരു 30 വർഷം കഴിഞ്ഞ് തിരിച്ചടച്ചാൽ മതി എന്നുള്ള കണ്ടീഷനിലായിരിക്കും ഈ ലോൺ എടുക്കുന്നത്. സോ ഇങ്ങനെ ഗവൺമെന്റ് എടുക്കുന്ന ലോണുകളും ഏതിന്റെ കാറ്റഗറിയിൽ വരും, ക്യാപിറ്റൽ റെസീപ്റ്റ്സിന്റെ കാറ്റഗറിയിൽ വരും. സോ ലോൺസ് ടേക്കൺ ബൈ ദി ഗവൺമെന്റ്. സോ ഗവൺമെന്റ് എടുക്കുന്ന ലോണുകളും ഏതിന്റെ കാറ്റഗറിയിൽ വരും, ക്യാപിറ്റൽ റെസീപ്റ്റ്സിന്റെ കാറ്റഗറിയിൽ വരും. ഇനി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. സോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്, ഇത് നേരെ തിരിച്ചൊന്ന് ആലോചിച്ചാൽ മതി. അതായത് ഇപ്പൊ ഗവൺമെന്റ് ഏതെങ്കിലും ഒരു അസറ്റ് പേർച്ചേസ് ചെയ്യുക എന്ന് വിചാരിച്ചോ. അതായത് ഏതെങ്കിലും ഒരു പ്രൊജക്ടിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ലാൻഡ് വാങ്ങുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിൽഡിംഗ് വാങ്ങുന്നു. ഇങ്ങനെയുള്ള അസറ്റ്സ് ഗവൺമെന്റ് പേർച്ചേസ് ചെയ്യുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ കോളത്തിനകത്തായിരിക്കും വരുന്നത്. ഫോർ എക്സാമ്പിൾ, സോ നമുക്ക് എന്ത് പറയാം, പേർച്ചേസ് ഓഫ് അസറ്റ്സ്. ഗവൺമെന്റ് എന്തെങ്കിലും അസറ്റുകൾ പേർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഏത് സെക്ഷനിൽ വരും, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ സെക്ഷനിൽ വരും. അതുപോലെ തന്നെ ഗവൺമെന്റ് പണ്ട് കാലത്തെടുത്ത ഏതെങ്കിലും ഒരു ലോൺ ഈ വർഷമാണ് അതിന്റെ തിരിച്ചടവ് വരുന്നതെന്ന് വിചാരിക്കാം. ആൻഡ് ഗവൺമെന്റ് എന്ത് ചെയ്തു, ഈ വർഷം ആ ലോണിന്റെ എൻറ്റയർ പ്രിൻസിപ്പൽ എമൗണ്ടും തിരിച്ചടച്ചെന്ന് വിചാരിക്കുക. അതായത് ലോൺ എത്രയാണോ എടുത്തത് അത് മൊത്തം, ആ ഒരു എമൗണ്ട് മൊത്തം ഈ വർഷം തിരിച്ചടയ്ക്കാമെന്ന് വിചാരിക്കുക. സോ അങ്ങനെയാണെങ്കിൽ അതും ഏതിനകത്ത് വരും, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ കാറ്റഗറിയിൽ വരും. സോ ലോൺസ് റീപെയ്ഡ് ബൈ ദ ഗവൺമെന്റ്. ഗവൺമെന്റ് പണ്ടെടുത്ത ലോണാണ്, പക്ഷെ അതെന്ത് ചെയ്തു, ഇപ്പോ തിരിച്ചടച്ചു. അങ്ങനെയാണെങ്കിൽ അതും ഏത് സെക്ഷനിൽ വരും, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ സെക്ഷനകത്ത് വരും. ഇനി അടുത്തത്, ഇനി നമുക്ക് രണ്ട് ബോക്സസേ ഉള്ളൂ, റവന്യൂ റെസീപ്റ്റ്സും റവന്യൂ എക്സ്പെൻഡിച്ചറും. സോ റവന്യൂ റെസീപ്റ്റ്സ് നോക്കുകയാണെങ്കിൽ റവന്യൂ എന്ന് പറയുന്നത് എന്താണ്, റെഗുലർ ആണ്. സോ റവന്യൂ എന്ന് പറയുമ്പോൾ റെഗുലർ എന്ന് ഓർത്തിരുന്നാൽ മതി. സോ റെഗുലർ ആയിട്ട് ഗവൺമെന്റിന് കിട്ടുന്ന റെസീപ്റ്റ്സ്, അതായത് റെഗുലർ ആയിട്ട് ഗവൺമെന്റിന് കിട്ടുന്ന ഇൻകം. റെഗുലർ ആയിട്ട് ഗവൺമെന്റിന് കിട്ടുന്ന ഇൻകം ഏതൊക്കെയാണ്, ടാക്സ്. നമ്മുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സസ് ഗവൺമെന്റ് എന്താണ്, റെഗുലർ ഇൻകം ആണ്. അതുപോലെ തന്നെ ഗവൺമെന്റ് ഏതെങ്കിലും ഒരു കമ്പനിയിൽ, ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. സോ ആ കമ്പനി പ്രോഫിറ്റബിൾ ആണെങ്കിൽ ആ കമ്പനി എന്ത് ചെയ്യും, ഗവൺമെന്റിന് ഡിവിഡൻസ് കൊടുക്കും. സോ അങ്ങനെയുള്ള ഡിവിഡൻസും എന്താണ്, ഗവൺമെന്റിന്റെ റെഗുലർ ഇൻകത്തിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. ഇനി സപ്പോസ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് മറ്റൊരു കൺട്രിക്ക് ലോൺ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. സോ വർഷാവർഷം എന്ത് ചെയ്യണം, ആ ഒരു കൺട്രി നമ്മുടെ ഇന്ത്യക്ക് ആ ഒരു ലോണിന്റെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പലിശ എന്ത് ചെയ്യണം, തിരിച്ചടയ്ക്കണം. സോ അങ്ങനെ വരുന്ന ഇൻട്രസ്റ്റുകളും, അതായത് ഇന്ത്യൻ ഗവൺമെന്റ് മറ്റൊരു കൺട്രിക്ക് കൊടുത്ത ലോണ്, ആ ലോണിൽ നിന്ന് വരുന്ന ഇൻട്രസ്റ്റുകൾ അതെന്ത് ചെയ്യുന്നുണ്ട്, വർഷാവർഷം വരുന്നുണ്ട്. സോ അങ്ങനെയുള്ള ഇൻട്രസ്റ്റുകൾ എന്തിനകത്ത് വരും, നമ്മുടെ റവന്യൂ റെസീപ്റ്റ്സിനകത്ത് വരും. സോ കാരണം അതെന്താണ്, റെഗുലർ ആയിട്ട് വരുന്ന ഇൻകം ആണ്. ഇനി റെഗുലർ ആയിട്ട് ഗവൺമെന്റിന് വരുന്ന എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗവൺമെന്റ് ഒഫീഷ്യൽസിന് സാലറി കൊടുക്കണമല്ലോ. സോ ആ സാലറീസ് എല്ലാം എന്താണ്, റെഗുലർ ആണ്. സോ അത് റവന്യൂ എക്സ്പെൻഡിച്ചറിനകത്തായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് ഒരു പ്രൊജക്ടിന് വേണ്ടിയിട്ട് മറ്റൊരു രാജ്യത്ത് നിന്ന് ലോൺ എടുത്തെന്ന് വിചാരിക്കാം. സോ അടുത്ത വർഷം മുതൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതിന് വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടി വരും. സോ ലോൺ ചിലപ്പോൾ ഒരു 30 ഇയേഴ്സ് 30 വർഷം കഴിഞ്ഞ് തിരിച്ചടച്ചാൽ മതിയായിരിക്കും. പക്ഷെ വർഷാവർഷം എന്ത് ചെയ്യണം, ആ ലോൺ എടുത്ത കൺട്രിക്ക് നമ്മൾ പലിശ അടച്ചുകൊണ്ടിരിക്കണം. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എടുത്ത ലോണിനകത്ത് നമ്മൾ എന്തെങ്കിലും ഇൻട്രസ്റ്റ് അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ അതും എന്തിനകത്ത് വരും, ഈ ഒരു റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ കാറ്റഗറിയിൽ വരും. ഇതുപോലുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഈ സെക്ഷൻസിലെല്ലാം വരുന്നത്. സോ ക്യാപിറ്റൽ റെസീപ്റ്റ്സിനകത്ത് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് വരും, ലോൺസ് ടേക്കൺ ബൈ ദ ഗവൺമെന്റ് വരും. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനകത്ത് ഗവൺമെന്റ് എന്തെങ്കിലും അസറ്റ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വരും. അതുപോലെ തന്നെ ഏതെങ്കിലും ലോൺ ഗവൺമെന്റ് തിരിച്ചടച്ചാൽ, പണ്ടെടുത്ത ഏതെങ്കിലും ലോൺ ഗവൺമെന്റ് ഇപ്പൊ തിരിച്ചടക്കുകയാണെങ്കിൽ അതും ഏതിനകത്ത് വരും, എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനകത്ത് വരും. ഇനി റവന്യൂ റെസീപ്റ്റ്സ് നോക്കുകയാണെങ്കിൽ
സോ റവന്യൂ റെസിപ്റ്റ്സിനകത്ത് എന്തൊക്കെ വരും? ടാക്സസ്, ഡിവിഡൻസ്, ഇൻട്രസ്റ്റ്, ഇതൊക്കെ എന്താണ്? റെഗുലർ ആണ്. അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചറിനകത്ത് എന്ത് വരും? ഗവൺമെന്റ് കൊടുക്കുന്ന സാലറീസ്, ഇനി ഗവൺമെന്റ് ഏതെങ്കിലും ലോൺ എടുത്തിട്ടുണ്ട് അതിന് ഇൻട്രസ്റ്റ് അടയ്ക്കണമെങ്കിൽ ആ ഇൻട്രസ്റ്റ്, ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു സെക്ഷനകത്ത് വരുന്നത്. ഇനി നമ്മുടെ ഓപ്ഷൻസിലേക്ക് നോക്കുക. റവന്യൂ ഫ്രം ദി സെയിൽ ഓഫ് ഗവൺമെന്റ് അസറ്റ്സ്. ചോദ്യം എന്താണ്? ക്യാപിറ്റൽ റെസീപ്റ്റ്സിന്റെ എക്സാമ്പിൾ ഇതിലേതാണ്? റവന്യൂ ഫ്രം ദ സെയിൽ ഓഫ് ഗവൺമെന്റ് അസറ്റ്സ്. ഗവൺമെന്റ് തന്റെ കയ്യിലുള്ള അസറ്റ്സുകൾ സെല്ല് ചെയ്യുന്നു, സെല്ല് ചെയ്തിട്ട് പൈസ വാങ്ങുന്നു. സോ അതെന്താണ്? ഡിസ്ഇൻവെസ്റ്റ്മെന്റ് കാറ്റഗറിയിൽ വരും. സോ ഇതാണ് എന്ത്? നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഓപ്ഷൻ എന്തായിരുന്നു? ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെന്റ് ബോൺസ്. അതായത് ഗവൺമെന്റ് ഫണ്ട് റേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബോൺസ് എന്ത് ചെയ്യാറുണ്ട്? ഇഷ്യൂ ചെയ്യാറുണ്ട്. സോ ഗവൺമെന്റ് എന്ത് ചെയ്യും? ബോൺസ് ഇഷ്യൂ ചെയ്യും. ആൻഡ് ഈ ബോണ്ട് വാങ്ങുന്നവർക്ക് ഗവൺമെന്റ് എന്ത് ചെയ്യേണ്ടി വരും? ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. സോ അങ്ങനെ ഗവൺമെന്റ് ബോണ്ടുകളിൽ ഗവൺമെന്റ് ആണ് എന്ത് ചെയ്യുന്നത്? ഇൻട്രസ്റ്റ് ജനങ്ങൾക്ക് പേ ചെയ്യുന്നത്, അല്ലെങ്കിൽ വാങ്ങിയവർക്ക് പേ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അത് ഏത് കാറ്റഗറിയിൽ വരും? റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ കാറ്റഗറിയിൽ വരും. ഇനി ടാക്സസ് ഓൺ ഇൻകം, അതായത് നമ്മുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഇൻകം ടാക്സ്. സോ റെഗുലർ ആയിട്ട് വർഷാവർഷം കളക്ട് ചെയ്യുന്നുണ്ട്. സോ അതെവിടെ വരും? റവന്യൂ റെസിപ്റ്റ്സിന്റെ കാറ്റഗറിയിലായിരിക്കും ടാക്സ് ഓൺ ഇൻകം വരുന്നത്. ഇനി അടുത്ത ഓപ്ഷൻ എന്താണ്? ഗ്രാൻസ് ഇൻ എയ്ഡ് ഫ്രം അതർ ഗവൺമെന്റ്സ്. സോ മറ്റ് ഗവൺമെന്റ്സിന്റെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്യുന്ന ഗ്രാന്റുകൾ. സോ അത് ഏത് കാറ്റഗറിയിൽ വരും? റവന്യൂ റെസിപ്റ്റ്സിന്റെ കാറ്റഗറിയിൽ തന്നെയായിരിക്കും അതും വരാനായിട്ട് പോകുന്നത്. സോ ഇതൊക്കെയാണ് എന്ത്? ബാക്കിയുള്ള ഓപ്ഷൻസിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് എന്ന് പറയുന്നത്. So next question, which of the following is not correct regarding the circular flow of income? So circular flow of income ആയിട്ട് ബേസ് ചെയ്ത് ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് അല്ലാത്തതെന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ചോദിച്ചിരിക്കുന്നത്. So savings as well as government expenditure are injections to the circular flow. In a circular flow, leakages are equal to injections. The real flow and monetary flow move in a circular manner in an opposite. The income of one sector becomes the expenditure of the other. So ഇതിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. സേവിങ്സ് ആസ് വെൽ ആസ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ആർ ഇൻജെക്ഷൻസ് ടു ദ സർക്കുലർ ഫ്ലോ. ഇനി നമ്മളൊരു 2 സെക്ടർ മോഡൽ അല്ലെങ്കിൽ ഒരു 2 സെക്ടർ എക്കോണമി എടുക്കുന്നു. ആ ഒരു എക്കോണമിയിൽ 2 എലമെന്റ്സ് മാത്രമേ ഉള്ളൂ. അതായത് ഹൗസ് ഹോൾഡ്സും അതുപോലെ തന്നെ ഫേംസും എന്നുള്ള 2 എൻറ്റിറ്റീസ് മാത്രമേ ഉള്ളെന്ന് വിചാരിക്കുക. സോ ഹൗസ് ഹോൾഡ്സും ഫേംസും മാത്രമേ ഉള്ളൂ. സോ ഹൗസ് ഹോൾഡ്സ് എന്ത് ചെയ്യും? ഈ ഫേംസ് ആണ് എന്ത് ചെയ്യുന്നത്? ഗുഡ്സും സർവീസസും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഫേംസ് എന്ന് പറയുമ്പോൾ കമ്പനീസ് എന്ന് വിചാരിച്ചിരുക. സോ ഈ കമ്പനീസ് ആണ് എന്ത് ചെയ്യുന്നത്? ഗുഡ്സും സർവീസസും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹൗസ് ഹോൾഡ്സ് ആരാണ്? നമ്മൾ ഇൻഡിവിജ്വൽസ് ആണ്. സോ നമ്മൾ ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യും? ഈ ഫേംസിന് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പ്രൊവൈഡ് ചെയ്യും. എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എന്റർപ്രൈസ്. ഈ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ഫേംസ് എന്ത് ചെയ്യും? ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ യൂസ് ചെയ്തിട്ട് ഗുഡ്സും സർവീസസും പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കൊടുത്തതിന് പകരമായിട്ട് ഈ ഫേംസ് എന്ത് ചെയ്യാറുണ്ട്? നമ്മുടെ ഹൗസ് ഹോൾഡ്സിന് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിന് ഫാക്ടർ ഇൻകം തിരികെ കൊടുക്കാറുണ്ട്. സോ ഫാക്ടർ ഇൻകം എന്ത് ചെയ്യും? തിരികെ കൊടുക്കും. ഇനി ഇപ്പോൾ ഇൻഡിവിജ്വൽസിന്റെ കയ്യിൽ അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ്സിന്റെ കയ്യിൽ എന്ത് വന്നു? ഇൻകം വന്നു. ഇനി നമ്മൾ എന്തിനാണ് ഇൻകം വരുത്തുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ജോലിക്ക് പോയിട്ട് സാലറി വാങ്ങിക്കുന്നത്? നമ്മുടെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനായിട്ട്. സോ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത്? ഗുഡ്സും സർവീസസും. ഈ ഗുഡ്സും സർവീസസും ആരുടെ കയ്യിലുണ്ട്? ഫേംസിന്റെ കയ്യിലിരിപ്പുണ്ട്. കാരണം അവരെന്ത് ചെയ്തിട്ടുണ്ട്? പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യും? ഇവർക്ക് അങ്ങോട്ട് എന്ത് ചെയ്യും? പേയ്മെന്റ് കൊടുക്കും. ആൻഡ് പേയ്മെന്റ് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യും? ഇവരുടെ കയ്യിലുള്ള ഗുഡ്സും സർവീസസും നമ്മൾ എന്ത് ചെയ്യും? തിരിച്ച് വാങ്ങും. സോ ഇതാണ് എന്ത് ചെയ്യുന്നത്? ഒരു 2 സെക്ടർ എക്കോണമിയിൽ നടക്കുന്ന കാര്യം. സോ ഇവിടെ നോക്കുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻകത്തിന്റെ ഫ്ലോ, അതായത് മണി ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മണി ഫ്ലോ നടക്കുന്നത്. സോ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ മണി ഫ്ലോ നടക്കുന്നത്. ഇനി ഗുഡ്സിന്റെ സർവീസസിന്റെ ഫ്ലോയിനെ നമ്മൾ റിയൽ ഫ്ലോ എന്നാണ് വിളിക്കുന്നത്. സോ റിയൽ ഫ്ലോ എങ്ങനെയാണ് നടക്കുന്നത്? ഹൗസ് ഹോൾഡ്സിൽ നിന്ന് ഫേംസിലേക്ക്, ഫേംസിൽ നിന്ന് ഹൗസ് ഹോൾഡ്സിലേക്ക്. സോ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്? ഗുഡ്സും സർവീസസും ഫ്ലോ ചെയ്യുന്നത്. സോ ഇവിടെ ഗുഡ്സും സർവീസസും ഫ്ലോ ചെയ്യുന്നത്, അതായത് റിയൽ ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്?
ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ്. ഗുഡ്സിന്റെ സർവീസസിന്റെ ഫ്ലോ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ്. അതേസമയം മണി ഫ്ലോ എന്ന് പറയുന്നത് ഏത് ഡിറക്ഷനിലാണ്? ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ്. സോ മണി ഫ്ലോ എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നടക്കുന്നത്. സോ ഇനി നമ്മുടെ സ്റ്റേറ്റ്മെന്റുകൾ നോക്കുക. സോ ഈ സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞേക്കുന്നത്? റിയൽ ഫ്ലോ ആൻഡ് മോണിറ്ററി ഫ്ലോ മൂവ് ഇൻ എ സർക്കുലർ മാനർ. സോ ഇവിടെ റിയൽ ഫ്ലോയും മോണിറ്ററി ഫ്ലോയും സർക്കുലർ മാനറിലാണ് എന്ത് ചെയ്യുന്നത്? ഫ്ലോ ചെയ്യുന്നത്. പക്ഷെ എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. കറക്റ്റ് ആണല്ലോ? നമ്മുടെ 2 സെക്ടർ മോഡലിനകത്ത് എന്താ നടക്കുന്നത്? സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകവും സർക്കുലർ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസും ആണ്. പക്ഷെ എന്താണ്? രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഗുഡ്സ് സർവീസസും ഫ്ലോ ചെയ്യുന്നത്, അതായത് റിയൽ ഫ്ലോ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. എന്നാൽ മണി ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. സോ ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി മറ്റൊരു സ്റ്റേറ്റ്മെന്റ് നോക്കുക. ഇൻകം ഫ്രം വൺ സെക്ടർ ബിക്കംസ് ദി എക്സ്പെൻഡിച്ചർ ഓഫ് ദി അതർ സെക്ടർ. ഇനി ഒരു എക്സാമ്പിൾ എടുക്കുക. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് കിട്ടിയ ഇൻകം ഗുഡ്സ് സർവീസസും വാങ്ങുന്നതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നു. സോ നമുക്ക് കിട്ടിയ സാലറി എന്ത് ചെയ്തു? സ്പെൻഡ് ചെയ്തു. അതെന്താണ്? നമ്മുടെ എക്സ്പെൻഡിച്ചർ ആണ്. ഇനി നമുക്ക് കിട്ടിയ സാലറി അല്ലെങ്കിൽ മണി ആർക്കാണ് കൊടുത്തത്? ഫേംസിനാണ് കൊടുത്തത്. എന്തിനു വേണ്ടിയിട്ട്? അവരുടെ കയ്യിലുള്ള ഗുഡ്സും സർവീസസും വാങ്ങുന്നതിന് വേണ്ടിയിട്ട്. സോ ഇനി ഈ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കുക. ഇൻകം ഫ്രം വൺ സെക്ടർ. സോ ഇൻകം ഓഫ് വൺ സെക്ടർ. സോ ഇവിടെ ഫേംസിന്റെ ഇൻകം, അതായത് ഗുഡ്സും സർവീസസും സെല്ല് ചെയ്യുമ്പോൾ ഫേംസിന് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് എന്താണ്? ഹൗസ് ഹോൾഡ്സിന്റെ എക്സ്പെൻഡിച്ചർ ആണ്. അതുപോലെ തന്നെ ഹൗസ് ഹോൾഡ്സ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഫേംസിന് കൊടുക്കുന്നുണ്ട്. സോ അങ്ങനെ ഫേംസിന് കൊടുക്കുമ്പോൾ ഫേംസ് എന്ത് ചെയ്യാറുണ്ട്? ഹൗസ് ഹോൾഡ്സിന് ഫാക്ടർ ഇൻകം കൊടുക്കാറുണ്ട്. വിച്ച് മീൻസ് ഒരു സെക്ടറിന്റെ അല്ലെങ്കിൽ ഒരു സെക്ഷന്റെ ഇൻകം എന്ന് പറയുന്നത് എന്താണ്? മറ്റൊരു സെക്ഷന്റെ എക്സ്പെൻഡിച്ചർ ആണ്. സോ ഈ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റ് എന്തുള്ളൂ? ബാക്കിയുള്ളൂ. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? സേവിങ്സ് ആസ് വെൽ ആസ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ആർ ഇൻജെക്ഷൻസ് ടു ദി സർക്കുലർ ഫ്ലോ. ഇനി ഇതിനകത്ത് സേവിങ്സ് എന്ന് പറയുന്നത് എന്താ? നമുക്ക് കിട്ടുന്ന ഇൻകം നമ്മൾ എന്ത് ചെയ്യുന്നില്ല? സ്പെൻഡ് ചെയ്യുന്നില്ല. പകരം എന്ത് ചെയ്യുന്നു? സേവ് ചെയ്ത് വെക്കുന്നു. അതായത് നേരത്തെ കാണിച്ച ആ ഒരു സർക്കുലർ ഫ്ലോയിൽ എന്ത് ചെയ്യുന്നില്ല? നമ്മൾ ഈ മണി പ്ലേസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇൻജെക്ട് ചെയ്യുന്നില്ല. പകരം മാറ്റി വെക്കുകയാണ് എന്ത് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ സേവിങ്സ് എന്ന് പറയുന്നത് എന്താണ്? ലീക്കേജസ് ആണ്. ഇനി ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. സോ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്താണ്? ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്ന തുകയാണ്. ഗവൺമെന്റ് എവിടെയാണ് സ്പെൻഡ് ചെയ്യുന്നത്? എക്കോണമിയിലാണ് സ്പെൻഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഇൻജെക്ഷൻസ് ആണ്. ആൻഡ് ഈ ഓപ്ഷനിൽ പറഞ്ഞേക്കുന്നത് എന്താണ്? സേവിങ്സും ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറും രണ്ടും ഇൻജെക്ഷൻസ് ആണ്. പക്ഷേ സേവിങ്സ് എന്താണ്? ലീക്കേജസ് ആണ്. കാരണം ആ ഒരു മണി നമ്മൾ സേവ് ചെയ്ത് വെക്കുന്ന മണി എന്ത് ചെയ്യുന്നില്ല? എക്കോണമിയിലേക്ക് പോകുന്നില്ല. അതെന്താണ്? ലീക്ക് ചെയ്ത് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. സോ അതെന്താണ്? ലീക്കേജസ് ആണ്. അതേസമയം ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നതാണ് ഗവൺമെന്റ് എക്കോണമിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയാണ്. അതെന്താണ്? ഇൻജെക്ഷൻസ് ആണ്. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റോ? ഇൻ എ സർക്കുലർ ഫ്ലോ ലീക്കേജസ് ആർ ഈക്വൽ ടു ഇൻജെക്ഷൻസ്. സോ ഒരു പെർഫെക്റ്റ് സർക്കുലർ ഫ്ലോ ആണെന്നുണ്ടെങ്കിൽ എത്രമാത്രം ലീക്കേജസ് ഉണ്ടാകുമോ അത്ര തന്നെ ഇൻജെക്ഷൻസും ഉണ്ടാകും. സോ പെർഫെക്റ്റ്ലി സർക്കുലർ ഫ്ലോ ആണെന്നുണ്ടെങ്കിൽ ലീക്കേജസ് എന്തായിരിക്കും? ഇൻജെക്ഷൻസിന് ഈക്വൽ ആയിരിക്കും. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ആൻഡ് റിയൽ ഫ്ലോയും മോണിറ്ററി ഫ്ലോയും എന്താണ്? സർക്കുലർ മാനറിലാണ് ഫ്ലോ ചെയ്യുന്നത്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ശരിയായിരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞ 2 സെക്ടർ മോഡൽ വെച്ച് നോക്കുമ്പോൾ. അതുപോലെ തന്നെ എന്താണ്? ഒരു സെക്ടറിന്റെ ഇൻകം മറ്റൊരു സെക്ടറിന്റെ എക്സ്പെൻഡിച്ചർ ആണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. സോ ഇവിടെ ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. കാരണം സേവിങ്സ് എന്ന് പറയുന്നത് എന്താണ്? ലീക്കേജസ് ആണ്. പക്ഷെ ഓപ്ഷനിൽ തന്നേക്കുന്നത് എന്താണ്? സേവിങ്സും ഇൻജെക്ഷൻസ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If a 12-year-old is found to be working in a factory manufacturing carpets, which of the following articles of the Constitution of India will be violated? So 12 വയസ്സുള്ള ഒരു കുട്ടി കാർപ്പറ്റ്സ്, അതായത് ചവിട്ടി മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന ഏത് ആർട്ടിക്കിൾ ആണ് വയലേറ്റഡ് ആകുന്നതാണ് ചോദിച്ചിരിക്കുന്നത്.
ആർട്ടിക്കിൾ 23, ആർട്ടിക്കിൾ 26, ആർട്ടിക്കിൾ 25, ആർട്ടിക്കിൾ 24. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 24 ആണ്. കാരണം ആർട്ടിക്കിൾ 24 ആണ് എന്ത് ചെയ്യുന്നത്, ചൈൽഡ് ലേബർ പ്രോഹിബിറ്റ് ചെയ്യുന്നത്. സോ പ്രോഹിബിഷൻ ഓഫ് ചൈൽഡ് ലേബറിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണെന്ത്, ആർട്ടിക്കിൾ 24. സോ പ്രോഹിബിഷൻ ഓഫ് ചൈൽഡ് ലേബറിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 24. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ആർട്ടിക്കിൾ ആണ് എന്ത് ചെയ്യുന്നത്, വയലേറ്റ് ചെയ്യപ്പെടുന്നത്. കാരണം ആർട്ടിക്കിൾ 24 പറയുന്ന അനുസരിച്ച് 14 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയും എന്ത് ചെയ്യാൻ പാടില്ല, വർക്കിനകത്ത്, അതായത് ഫാക്ടറീസിൽ എംപ്ലോയ് ചെയ്യാൻ പാടില്ലെന്നാണ് ആർട്ടിക്കിൾ 24 പറയുന്നത്. സോ ആർട്ടിക്കിൾ 24 പറയുന്നത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 24 പറയുന്നത് 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഡേഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ, അതായത് ഡേഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ, ഫോർ എക്സാമ്പിൾ മൈൻസ്, അതുപോലെ തന്നെ എന്താണ് ഫാക്ടറീസ്, അങ്ങനെയുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ എന്ത് ചെയ്യാൻ പാടില്ല, എംപ്ലോയ് ചെയ്യാൻ പാടില്ലെന്നാണ് ആർട്ടിക്കിൾ 24 പറയുന്നത്. പക്ഷെ ഇവിടെ ക്വസ്റ്റിനകത്ത് എന്താ ചെയ്തേക്കുന്നത്, 12 വയസ്സിൽ താഴെ 12 വയസ്സുള്ള ഒരു കുട്ടിയെ കാർപ്പറ്റ് മാനുഫാക്ചറിങ് ഫാക്ടറിയിൽ ജോലി ചെയ്യിപ്പിക്കുന്നു. അതെന്തിന്റെ വയലേഷൻ ആണ്, ആർട്ടിക്കിൾ 24ന്റെ വയലേഷൻ ആണ്. ഇനി ആർട്ടിക്കിൾ 24 എന്താ പറയുന്നത്, 14 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയും എന്ത് ചെയ്യാൻ പാടില്ല, ഡേഞ്ചറസ് അല്ലെങ്കിൽ ഹസാഡസ് ആയിട്ടുള്ള എംപ്ലോയ്മെന്റിന് ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് ആർട്ടിക്കിൾ 24 പറയുന്നത്. ഇനി അതിനെ ബേസ് ചെയ്തിട്ട് പാർലമെന്റ് ഒരു ആക്ട് പാസ്സാക്കിയിരുന്നു, ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട്. സോ ഈ ഒരു ആർട്ടിക്കിൾ 24ന് ഇഫക്റ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 24ൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് പ്രാബല്യം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പാർലമെന്റ് എന്ത് ചെയ്യുന്നു, ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് പാസ്സാക്കിയിരുന്നു. സോ ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് 1986 പാസ്സാക്കിയിരുന്നു. ആൻഡ് ഈ ഒരു ആക്ട് എന്ത് ചെയ്തു, 2016 ഒന്ന് അമെൻഡ് ചെയ്തു. സോ ഈ ഒരു ആക്ട് 2016 എന്ത് ചെയ്തു, അമെൻഡ് ചെയ്തു. അമെൻഡ് ചെയ്തത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഫസ്റ്റ് എന്ത് ചെയ്തു, ഈ ഒരു ആക്ടിന്റെ പേര് എന്ത് ചെയ്തു, ഒന്ന് റീനെയിം ചെയ്തു. സോ ഇപ്പൊ ഈ ഒരു ആക്ടിന്റെ പേരെന്ന് പറയുന്നത് ചൈൽഡ് ആൻഡ് അഡോളസെന്റ് ലേബർ. സോ ചൈൽഡ് ആൻഡ് 2016 അമെൻമെന്റിന് ശേഷം ഈ ഒരു ആക്ടിന്റെ പേര്, ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് 1986ന്റെ പുതിയ പേരെന്ന് പറയുന്നത് ചൈൽഡ് ആൻഡ് അഡോളസെന്റ് ലേബർ, ചൈൽഡ് ആൻഡ് അഡോളസെന്റ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് എന്നാണ്. സോ ചൈൽഡ് ആൻഡ് അഡോളസെന്റ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് എന്നാണ് ഈ ഒരു ആക്ടിന്റെ പുതിയ പേര്. ഇതാണ് ഈ ഒരു ആക്ടിന്റെ പുതിയ പേരെന്ന് പറയുന്നത്. സോ ഇതിനകത്ത് എന്ത് ചെയ്തു, അഡോളസെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ടേം കൂടി ആഡ് ചെയ്തു. അതുകൂടാതെ നേരത്തെ ആർട്ടിക്കിൾ 24നകത്ത് എന്താണ് പറഞ്ഞത്, 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഡേഞ്ചറസ് ആയിട്ടുള്ള ജോബുകളിൽ എംപ്ലോയ് ചെയ്യാൻ പാടില്ലെന്നാണ് പറഞ്ഞത്. എന്നാൽ ഈ ഒരു അമെൻമെന്റ് ആക്ടിന് ശേഷം ഇപ്പോൾ ഉള്ള ചൈൽഡ് ലേബർ ആക്ട് അനുസരിച്ച് 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഒരിടത്തും എംപ്ലോയ് ചെയ്യാൻ പാടില്ല. ആർട്ടിക്കിൾ 24 പറഞ്ഞത് 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഡേഞ്ചറസ് ആയിട്ടുള്ള ജോബുകളിൽ നിയമിക്കാൻ പാടില്ലെന്നായിരുന്നു. എന്നാൽ ഈ ഒരു അമെൻമെന്റിന് ശേഷം ചൈൽഡ് ആൻഡ് അഡോളസെന്റ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് 1986ന്റെ 2016 അമെൻമെന്റിന് ശേഷം ഇപ്പോൾ ഉള്ള നിയമം എന്ന് പറയുന്നത് 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ എവിടെയും എംപ്ലോയ് ചെയ്യാനായിട്ട് പാടില്ല. ആൻഡ് 14 മുതൽ 18 വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഈ ഒരു ഏജ് ഗ്രൂപ്പിനെ അഡോളസെന്റ് എന്ന് എന്ത് ചെയ്തു, പേരിട്ടു. സോ ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളെ അഡോളസെന്റ് എന്നാണ് എന്ത് ചെയ്യുന്നത്, വിളിക്കുന്നത്. ആൻഡ് ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളെ ഡേഞ്ചറസ് ജോബിൽ എന്ത് ചെയ്യാൻ പാടില്ല, എംപ്ലോയ് ചെയ്യാനായിട്ട് പാടില്ല. സോ ഇതാണെന്ത്, പുതിയ ചൈൽഡ് ആൻഡ് അഡോളസെന്റ് ലേബർ പ്രൊഹിബിഷൻ ആക്ട് പ്രകാരമുള്ള നിയമം എന്ന് പറയുന്നത്. കുട്ടിക്ക് 14 വയസ്സിൽ താഴെയാണ് പ്രായം എന്നുണ്ടെങ്കിൽ എവിടെയും എംപ്ലോയ് ചെയ്യാൻ പാടില്ല. ഇനി 14 മുതൽ 18 വയസ്സ് വരെയുള്ള അഡോളസെന്റ് കാറ്റഗറിയിലാണെന്നുണ്ടെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ജോബുകളിൽ എന്ത് ചെയ്യാൻ പാടില്ല, എംപ്ലോയ് ചെയ്യാനായിട്ട് പാടില്ല. സോ ഇതാണ് പുതിയ ചൈൽഡ് ആൻഡ് അഡോളസെന്റ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് 1986 പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which part of the Indian Constitution deals with the election commission? സോ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് ഡീൽ ചെയ്യുന്ന ആർട്ടിക്കിൾ ഇതിനകത്ത് ഏതാണെന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ്
ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പാർട്ട് 11, ഓപ്ഷൻ ബി പാർട്ട് 15, ഓപ്ഷൻ സി പാർട്ട് 12 ആൻഡ് ഓപ്ഷൻ ഡി പാർട്ട് 4. സോ ഇതിൽ ഏത് പാർട്ടിലാണ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് മെൻഷൻ ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് പാർട്ട് 15 ആണ്. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 15ലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് പാർട്ട് 50ലെ ആർട്ടിക്കിൾ 324, ആർട്ടിക്കിൾ 324 പറയുന്ന അനുസരിച്ച് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യണം? എസ്റ്റാബ്ലിഷ് ചെയ്യണം. സോ ആർട്ടിക്കിൾ 324 ആണ് എന്ത് ചെയ്യുന്നത്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നത്? എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ഏത് പാർട്ടിലാണ്? പാർട്ട് 15ലാണ് ഈ ഒരു ആർട്ടിക്കിൾ ഉള്ളത്. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 15ലെ ആർട്ടിക്കിൾ 324 പറയുന്ന അനുസരിച്ച് ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യണം? എസ്റ്റാബ്ലിഷ് ചെയ്യണം. ആൻഡ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? പ്രസിഡന്റിന്റെ ഓഫീസിലേക്കുള്ള ഇലക്ഷൻ, വൈസ് പ്രസിഡന്റ് ഓഫീസിലേക്കുള്ള ഇലക്ഷൻ, പാർലമെന്റിലേക്കുള്ള ഇലക്ഷൻ, സോ പാർലമെന്റിലേക്ക് നടത്തുന്ന ഇലക്ഷൻസ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സിലേക്ക് നടത്തുന്ന ഇലക്ഷൻസ്. ഈ ഇലക്ഷൻസ് എല്ലാം തന്നെ നടത്തുന്നത് ആരായിരിക്കും? ഈ ഒരു ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആയിരിക്കും എന്നാണ് ആർട്ടിക്കിൾ 324 പറയുന്നത്. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 15ാമത്തെ പാർട്ടിലെ ആർട്ടിക്കിൾ 324 എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള ഒരു ഓഫീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് ആയിരിക്കും ഇന്ത്യയിൽ ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള ഇലക്ഷൻസ്, അതായത് പ്രസിഡന്റ് ഓഫീസിലേക്കുള്ള ഇലക്ഷൻ, വൈസ് പ്രസിഡന്റ് ഓഫീസിലേക്കുള്ള ഇലക്ഷൻ, പാർലമെന്റിലേക്കുള്ള ഇലക്ഷൻ, സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സിലേക്കുള്ള ഇലക്ഷൻ, ഈ ഇലക്ഷൻസ് എല്ലാം നടത്താനുള്ള ചുമതല ആർക്കായിരിക്കും? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് ആയിരിക്കും എന്നാണ് എന്ത് ചെയ്യുന്നത്? ആർട്ടിക്കിൾ 324 പറയുന്നത്. ഇനി പാർട്ട് 4 എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാണ് ഡീൽ ചെയ്യുന്നത്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലെങ്കിൽ DPSPസിനെ കുറിച്ച് ഡീൽ ചെയ്യുന്ന പാർട്ടാണ് പാർട്ട് 4 എന്ന് പറയുന്നത്. ഇനി പാർട്ട് 11 എന്ന് പറയുന്നത് എന്താണ്? റിലേഷൻ ബിറ്റ്വീൻ ദ യൂണിയൻ ആൻഡ് ദ സ്റ്റേറ്റ്സ്, അതായത് യൂണിയനും സ്റ്റേറ്റ്സിന്റെയും ഇടയിലുള്ള റിലേഷനെ കുറിച്ച് പറയുന്ന പാർട്ടാണെന്ത്, അല്ലെങ്കിൽ റിലേഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പാർട്ടാണെന്ത്? പാർട്ട് 11 എന്ന് പറയുന്നത്. സോ റിലേഷൻ ബിറ്റ്വീൻ ദി യൂണിയൻ ആൻഡ് ദി സ്റ്റേറ്റ്സ്. ഇനി പാർട്ട് 12. സോ പാർട്ട് 12 എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ മാറ്റേഴ്സിനെ കുറിച്ച്. സോ ഫൈനാൻഷ്യൽ മാറ്റേഴ്സ്, പ്രോപ്പർട്ടി റൈറ്റ്സ്, സോ ഫൈനാൻഷ്യൽ മാറ്റേഴ്സ്, പ്രോപ്പർട്ടി റൈറ്റ്സ്, കോൺട്രാക്ട്സ്, ഇതുപോലെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഡീൽ ചെയ്യുന്ന പാർട്ടാണെന്ത്? പാർട്ട് 12 എന്ന് പറയുന്നത്. സോ ഫൈനാൻഷ്യൽ മാറ്റേഴ്സിനെ കുറിച്ച്, പ്രോപ്പർട്ടി റൈറ്റ്സിനെ കുറിച്ച്, കോൺട്രാക്റ്റുകളെ കുറിച്ച്, ഇതിനെക്കുറിച്ചൊക്കെ മെൻഷൻ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഡീൽ ചെയ്യുന്ന പാർട്ടാണെന്ത്? പാർട്ട് 12 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following statement is incorrect regarding the fundamental rights? സോ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്ന ഈ സ്റ്റേറ്റ്മെന്റുകളിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ derived from the Britain Constitution. Article 21 provides right to life. Fundamental rights can be enforced by the law. The fundamental rights are mentioned in the Constitution from Articles 12 to 35. So first statement നോക്കുക, fundamental rights are derived from the Britain Constitution. So fundamental rights എന്ന് പറയുന്നത് നമ്മൾ എവിടെ നിന്നാണ് ഇൻസ്പയർ ആയിട്ടുള്ളത്? യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ, അതായത് അമേരിക്കയുടെ, സോ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് അല്ലെങ്കിൽ US-ന്റെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടിരിക്കുന്നത്. സോ എവിടെ നിന്നാണ് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ കോൺസെപ്റ്റ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്? US കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇൻസ്പയർ ചെയ്തിരിക്കുന്നത്. സോ സ്റ്റേറ്റ്മെന്റിൽ തന്നത് ബ്രിട്ടൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡിറൈവ് ചെയ്തതെന്നാണ്. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇൻകറക്റ്റ് ആണ്. സോ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇനി ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റുകൾ കൂടെ നോക്കാം. സോ ആർട്ടിക്കിൾ 21 പ്രൊവൈഡ്സ് ഫോർ റൈറ്റ് ടു ലൈഫ്. സോ ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? റൈറ്റ് ടു ലൈഫിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ്, വിച്ച് ഈസ് ട്രൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. സോ അടുത്ത സ്റ്റേറ്റ്മെന്റ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ക്യാൻ ബി എൻഫോഴ്സ്ഡ് ബൈ ദ ലോ. സോ നമുക്കറിയാം ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഒരു ഫീച്ചർ ആണെന്ത്? ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ജസ്റ്റിസിയബിൾ ആണ്.
അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് കിട്ടിയില്ലെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആരെങ്കിലും വയലേറ്റ് ചെയ്തു കഴിഞ്ഞാലോ ആ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് ആയിട്ട് സുപ്രീം കോർട്ടിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ട് തന്നെ സുപ്രീം കോർട്ട് എന്ത് ചെയ്യും, നിങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എൻഫോഴ്സ് ചെയ്തു തരും, അല്ലെങ്കിൽ മറ്റൊരു കോർട്ട് എന്ത് ചെയ്യും, നിങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എൻഫോഴ്സ് ചെയ്തു തരും. സോ അതുകൊണ്ട് തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, നിയമം വഴി എൻഫോഴ്സ് ചെയ്യിക്കാൻ പറ്റുന്ന റൈറ്റ്സ് ആണ്, അതായത് ജസ്റ്റിസബിൾ ആണ്. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. The fundamental rights are mentioned in the constitution from articles 12 to 35. സോ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 3-ലാണ് എന്ത് ചെയ്തേക്കുന്നത്, ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ആൻഡ് പാർട്ട് 3-ൽ ആർട്ടിക്കിൾസ് 12 to 35, ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് എന്ത് ചെയ്യുന്നത്, വേറിയസ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. So next question, which article deals with the election of the president? So പ്രസിഡന്റിന്റെ ഇലക്ഷനെ കുറിച്ച് ഡീൽ ചെയ്യുന്നത് ഇതിൽ ഏത് ആർട്ടിക്കിളാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ 72, ആർട്ടിക്കിൾ 74, ആർട്ടിക്കിൾ 66 ആൻഡ് ആർട്ടിക്കിൾ 54. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 54 ആണ്. സോ ആർട്ടിക്കിൾ 54-ലാണ് പ്രസിഡന്റ് ഇലക്ഷനെ കുറിച്ച് എന്ത് ചെയ്തേക്കുന്നത്, മെൻഷൻ ചെയ്തേക്കുന്നത്. അതായത് പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്നത് ഒരു ഇലക്ട്രൽ കോളേജ് ആയിരിക്കും. ആൻഡ് ആ ഇലക്ട്രൽ കോളേജിലെ മെമ്പേഴ്സിനെ കുറിച്ചും ഇലക്ട്രൽ കോളേജ് ആയിരിക്കും. ആൻഡ് ആ ഇലക്ട്രൽ കോളേജിൽ ഇന്ന ആൾക്കാർ മെമ്പേഴ്സ് ആയിരിക്കും എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണെന്ത്, ആർട്ടിക്കിൾ 54. സോ പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇലക്ട്രൽ കോളേജ് ഉണ്ടായിരിക്കും എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണെന്ത്, ആർട്ടിക്കിൾ 54. ഇനി ഇലക്ട്രൽ കോളേജിനകത്ത് ആരൊക്കെയാണ് മെമ്പേഴ്സ് ആയിട്ട് വരുന്നത്? സോ ഇലക്ട്രൽ കോളേജിനകത്ത് ആരൊക്കെയാണ് മെമ്പേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാർലമെന്റിന്റെ 2 ഹൗസസിലുള്ള ഇലക്ടഡ് മെമ്പേഴ്സ്. സോ പാർലമെന്റിന് 2 ഹൗസസ് ഉണ്ട്, ലോക്സഭയും രാജ്യസഭയും. ഈ ലോക്സഭയിലെയും രാജ്യസഭയിലെയും ഇലക്ടഡ് മെമ്പേഴ്സ് എവിടെ ഇൻക്ലൂഡഡ് ആയിരിക്കും, ഈ ഒരു ഇലക്ട്രൽ കോളേജിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. അതിനുശേഷം എല്ലാ സ്റ്റേറ്റ്സും, നമ്മുടെ ഇന്ത്യയിൽ 28 സ്റ്റേറ്റ്സ് ഉണ്ട്. ഈ 28 സ്റ്റേറ്റ്സിൽ എന്തുണ്ട്, നിയമസഭകളുണ്ട്, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഉണ്ട്. സോ എല്ലാ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലെയും, സോ ഇന്ത്യയിലുള്ള 28 സ്റ്റേറ്റുകളിലെയും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലുള്ള ഇലക്ടഡ് മെമ്പേഴ്സ് എവിടെ മെമ്പേഴ്സ് ആയിരിക്കും, പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്ന ഇലക്ട്രൽ കോളേജിനകത്ത് മെമ്പേഴ്സ് ആയിരിക്കും. പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്ന ഇലക്ട്രൽ കോളേജിൽ മെമ്പേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ ഇന്ത്യയിൽ 8 യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്. ആ 8 യൂണിയൻ ടെറിട്ടറീസിൽ ഡൽഹി, പുതുച്ചേരി, ജമ്മു ആൻഡ് കാശ്മീർ. സോ ഡൽഹി, പുതുച്ചേരി, ജമ്മു ആൻഡ് കാശ്മീർ, ഈ 3 യൂണിയൻ ടെറിട്ടറീസിന് എന്തുണ്ട്, ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഉണ്ട്. സോ ഈ 3 യൂണിയൻ ടെറിട്ടറീസിനും ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഉണ്ട്. ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലെ ഇലക്ടഡ് മെമ്പേഴ്സും എവിടെ മെമ്പേഴ്സ് ആയിരിക്കും, പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്ന ഇലക്ട്രൽ കോളേജിനകത്ത് മെമ്പേഴ്സ് ആയിരിക്കും. സോ ആർട്ടിക്കിൾ 54 എന്തിനെ കുറിച്ചാണ് പറയുന്നത്, പ്രസിഡന്റ് ഇലക്ഷനെ കുറിച്ചാണ്. പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്നത് ഒരു ഇലക്ട്രൽ കോളേജ് ആയിരിക്കും. ആ ഇലക്ട്രൽ കോളേജിലെ മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർലമെന്റിലെ 2 ഹൗസസും, ലോക്സഭയിലെയും രാജ്യസഭയിലെയും ഇലക്ടഡ് മെമ്പേഴ്സ്, ഇന്ത്യയിലുള്ള 28 സ്റ്റേറ്റുകളിൽ നിന്നുള്ള സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലെ ഇലക്ടഡ് മെമ്പേഴ്സ്, ഇന്ത്യയിലുള്ള 8 യൂണിയൻ ടെറിട്ടറീസിൽ 3 യൂട്ടീസിന് എന്തുണ്ട്, ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഉണ്ട്, ഡൽഹി, പുതുച്ചേരി, ജമ്മു ആൻഡ് കാശ്മീർ. ഈ 3 യൂട്ടീസിനെയും ലെജിസ്ലേറ്റീവ് അസംബ്ലീസിൽ നിന്നുള്ള ഇലക്ടഡ് മെമ്പേഴ്സ്, ഇവരൊക്കെ ആയിരിക്കും പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്ന ഇലക്ട്രൽ കോളേജിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി ബാക്കി ഓപ്ഷൻസ് നോക്കാം, അല്ലെങ്കിൽ ബാക്കി ആർട്ടിക്കിൾസ് നോക്കാം. ആർട്ടിക്കിൾ 66 എന്ന് പറയുന്നത് വൈസ് പ്രസിഡന്റിന്റെ ഇലക്ഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണെന്ത്, ആർട്ടിക്കിൾ 66 എന്ന് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 72 എന്ന് പറയുന്നത് എന്താണ്, പാർഡനിങ് പവേഴ്സ് ഓഫ് ദി പ്രസിഡന്റ്. സോ പാർഡനിങ് പവേഴ്സ് ഓഫ് ദി പ്രസിഡന്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണെന്ത്, ആർട്ടിക്കിൾ 72. ഇനി ആർട്ടിക്കിൾ 74. സോ ആർട്ടിക്കിൾ 74 എന്ന് പറയുന്നത് പ്രസിഡന്റിനെ എയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അഡ്വൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് വേണം. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ടു എയ്ഡ് ആൻഡ് അഡ്വൈസ് ദ പ്രസിഡന്റ്. ഇതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണെന്ത്, ആർട്ടിക്കിൾ 74. സോ പ്രസിഡന്റിനെ എയ്ഡ് ചെയ്യുന്നതിനും അഡ്വൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് വേണം, വിച്ച് ഈസ് ഹെഡഡ് ബൈ പ്രൈം മിനിസ്റ്റർ. സോ ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കൊടുക്കുന്ന എയ്ഡ് പ്രകാരം അല്ലെങ്കിൽ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും പ്രകാരമായിരിക്കണം
പ്രസിഡന്റ് ആക്ട് ചെയ്യേണ്ടത് എന്നാണ് എന്ത് ചെയ്യുന്നത് ആർട്ടിക്കിൾ 74 പറയുന്നത്. So next question, which of the following groups of parties was started in San Francisco, United States of America during the Indian National Movement? So Indian National Movement സമയത്ത് സാൻ ഫ്രാൻസിസ്കോ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ സാൻ ഫ്രാൻസിസ്കോയിൽ ഇതിലേത് ഗ്രൂപ്പ് അല്ലെങ്കിൽ പാർട്ടീസ് ആണ് സ്റ്റാർട്ട് ചെയ്യപ്പെട്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ഗദർ പാർട്ടി, ഓപ്ഷൻ ബി ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ, ഖിലാഫത്ത് കമ്മിറ്റി ആൻഡ് സ്വരാജ് പാർട്ടി. ഇതിൽ ഏത് പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് സമയത്ത് സാൻ ഫ്രാൻസിസ്കോയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ദ കറക്റ്റ് ആൻസർ ഈസ് ഗദർ പാർട്ടി. സോ ഗദർ പാർട്ടിയാണ് എന്ത് ചെയ്യുന്നത് സാൻ ഫ്രാൻസിസ്കോയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത്. സോ 1913 എന്ത് ചെയ്യുന്നത് ഗദർ പാർട്ടി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ആൻഡ് ഗദർ പാർട്ടി ക്രിയേറ്റ് ചെയ്തത് ലാലാ ഹർദയാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. സോ ലാലാ ഹർദയാൽ 1913 യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ സാൻ ഫ്രാൻസിസ്കോയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പാർട്ടിയാണെന്ത് ഗദർ പാർട്ടി എന്ന് പറയുന്നത്. ആൻഡ് ഗദർ പാർട്ടി എന്ന് പറയുന്നത് ഗദർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീക്ക്ലി ന്യൂസ് പേപ്പർ ഉണ്ടായിരുന്നു. സോ ഗദർ എന്ന് പറഞ്ഞിട്ടുള്ള വീക്ക്ലി ന്യൂസ് പേപ്പറിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പാർട്ടിയാണെന്ത് ഗദർ പാർട്ടി എന്ന് പറയുന്നത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. സോ സ്വരാജ് പാർട്ടി. സോ സ്വരാജ് പാർട്ടി എന്ന് പറയുന്നത് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് പിൻവലിച്ചപ്പോൾ കോൺഗ്രസിലുള്ള പല സെക്ഷൻസിനും എന്തല്ലായിരുന്നു അതിൽ വലിയ താല്പര്യമില്ലായിരുന്നു. ആൻഡ് പിറ്റേ വർഷം നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് പിൻവലിക്കുന്നത് 1922 1922 നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് പിൻവലിക്കുന്നത്. പിറ്റേ വർഷം 1923 ഇലക്ഷൻസ് നടക്കാനിരിപ്പുണ്ടായിരുന്നു. സോ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് പിൻവലിച്ചപ്പോൾ കോൺഗ്രസിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് അതിനകത്ത് താല്പര്യമില്ലായിരുന്നു. ആൻഡ് അവർക്ക് അടുത്ത വർഷം നടക്കുന്ന ഇലക്ഷനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നും ഉണ്ടായിരുന്നു. പക്ഷെ കോൺഗ്രസിന്റെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് 1923 കണ്ടക്ട് ചെയ്യാൻ പോകുന്ന ഇലക്ഷൻസിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണ്ട എന്നുള്ളതായിരുന്നു എന്ത് കോൺഗ്രസിന്റെ ഒഫീഷ്യൽ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. സോ ഇലക്ഷൻസിൽ മത്സരിക്കണം എന്ന ആഗ്രഹമുള്ള കോൺഗ്രസിലെ കുറച്ച് പേര് ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു മറ്റൊരു പാർട്ടി ഫോം ചെയ്യുന്നു. അതാണ് എന്ത് സ്വരാജ് പാർട്ടി എന്ന് പറയുന്നത്. സോ സ്വരാജ് പാർട്ടി എന്ന് പറയുന്നത് 1 ജനുവരി 1923 ജനുവരി 1 ചിത്തരഞ്ജൻ ദാസ്, CR ദാസ്, സോ ചിത്തരഞ്ജൻ ദാസ് അതുപോലെ തന്നെ മോട്ടിലാൽ നെഹ്റു ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് സ്വരാജ് പാർട്ടി ഫോം ചെയ്യുന്നത്. സോ ചിത്തരഞ്ജൻ ദാസും അതുപോലെ തന്നെ മോട്ടിലാൽ നെഹ്റുവും ചേർന്നിട്ട് 1 ജനുവരി 1923 ഫോം ചെയ്യുന്ന പാർട്ടിയാണെന്ത് സ്വരാജ് പാർട്ടി എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട് 1923 നടക്കാൻ പോകുന്ന ഇലക്ഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇനി ഖിലാഫത്ത് കമ്മിറ്റി. സോ ഖിലാഫത്ത് കമ്മിറ്റി എന്ന് പറയുമ്പോൾ 1919 അലി ബ്രദേഴ്സ് മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും ഖിലാഫത്ത് മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ക്രിയേറ്റ് ചെയ്ത കമ്മിറ്റി ആയിരുന്നു എന്ത് ഖിലാഫത്ത് കമ്മിറ്റി എന്ന് പറയുന്നത്. ഇനി ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ HSRA. സോ HSRA എന്ന് പറയുന്നത് 1924 എന്ത് ചെയ്യുന്നത് HSRA എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടി ക്രിയേറ്റ് ചെയ്യുന്നത്. സോ സച്ചീന്ദ്രനാഥ് സന്യാലാണ് എന്ത് ചെയ്യുന്നത് 1924 ഈ ഒരു HSRA എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു റവല്യൂഷണറി പാർട്ടി. സോ HSRA എന്ന് പറയുന്നത് ഒരു റവല്യൂഷണറി പാർട്ടി ആയിരുന്നു. സോ ഈ റവല്യൂഷണറി പാർട്ടി ക്രിയേറ്റ് ചെയ്യുന്നത് 1924 സച്ചിൻ സന്യാലായിരുന്നു എന്ത് ചെയ്യുന്നത് ഈ ഒരു റവല്യൂഷണറി പാർട്ടി ക്രിയേറ്റ് ചെയ്യുന്നത്. So next question, due to which of the following events did Rabindranath Tagore return the title of knighthood to the British government while expressing his anguish? So ഏത് ഇവന്റിലുള്ള പ്രതിഷേധാർഹമാണ് രവീന്ദ്രനാഥ ടാഗോർ അദ്ദേഹത്തിന് കിട്ടിയ നൈറ്റ്ഹുഡ് എന്നുള്ള ടൈറ്റില് ബ്രിട്ടീഷ് ഗവൺമെന്റിനെ തിരിച്ചേൽപ്പിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ എ ചൗരി ചൗര ഇൻസിഡന്റ്, ഓപ്ഷൻ ബി പാർട്ടീഷൻ ഓഫ് ബംഗാൾ, ഓപ്ഷൻ സി ജാലിയൻ വാലാബാഗ് മസക്കർ ആൻഡ് ഓപ്ഷൻ ഡി ചരൺ പതുക്ക ഇൻസിഡന്റ്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ജാലിയൻ വാലാബാഗ് മസക്കർ ആണ്. സോ 13 ഏപ്രിൽ 1919 സോ 13
ഏപ്രിൽ 1919. സോ 13 ഏപ്രിൽ 1919 നടന്നിട്ടുള്ള ഈ ഒരു ജാലിയൻ വാലാബാഗ് മെസക്കറിനകത്ത് പ്രതിഷേധിച്ചാണ് രവീന്ദ്രനാഥ ടാഗോർ എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ നൈറ്റ്ഹുഡ് ബ്രിട്ടീഷ് ഗവൺമെന്റിന് റിട്ടേൺ ചെയ്യുന്നത്. ഇതേ ഇൻസിഡന്റിൽ തന്നെ, അതായത് ജാലിയൻ വാലാബാഗ് മസക്കറിൽ തന്നെ പ്രതിഷേധിച്ച് മഹാത്മാഗാന്ധിജിയും എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഒരു ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നുണ്ട്. സോ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഒരു ടൈറ്റിൽ ആയിരുന്നു കൈസറായ് ഹിന്ദ് എന്നുള്ള ടൈറ്റിൽ എന്ന് പറയുന്നത്. സോ ഈ കൈസറായ് ഹിന്ദ് എന്നുള്ള ടൈറ്റില് മഹാത്മാഗാന്ധി എന്ത് ചെയ്തു, ബ്രിട്ടീഷ് ഗവൺമെന്റിനെ തിരിച്ചേൽപ്പിച്ചു. ജാലിയൻ വാലാബാഗ് മസക്കറിൽ പ്രതിഷേധിച്ചുകൊണ്ട് രവീന്ദ്രനാഥ ടാഗോർ നൈറ്റ്ഹുഡ് ടൈറ്റിൽ എന്ത് ചെയ്തു, ബ്രിട്ടീഷ് ഗവൺമെന്റിനെ തിരിച്ചേൽപ്പിച്ചു. അതേസമയം ഗാന്ധിജി അദ്ദേഹത്തിന് കിട്ടിയ കൈസറായ് ഹിന്ദ് എന്നുള്ള ടൈറ്റിൽ എന്ത് ചെയ്തു, ബ്രിട്ടീഷ് ഗവൺമെന്റിനെ തിരിച്ചേൽപ്പിച്ചു. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരുന്നത്. സോ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. സോ ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് നെക്സ്റ്റ് സെഷനിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു.